ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള പൊട്ടറ്റോ ക്യാരറ്റ് കറി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. നമ്മളൊരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്യാം. അപ്പം ഞാനൊരു ഇത്ര നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല നമ്മൾ പൊടികളിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ചിക്കൻ മസാല ഇടുന്നതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ഇട്ടുണ്ടാക്കാം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ആകുമ്പം സാധാ കറി പോലെ അല്ലാതെ കുറച്ചുകൂടെ ഇതായിട്ട് ചിക്കൻ മസാല ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചിക്കൻ മസാല ചേർത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ മസാലയൊക്കെ ശരിക്ക് ഇതിലൊന്ന് ആദ്യം നമ്മൾ പരട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതിയേ. തീ കൂട്ടി വെച്ച് ഇതൊന്ന് തിളപ്പിക്കണം. തിളച്ച ശേഷം നമുക്കിത് അടച്ചു വെക്കാം വേവാനായിട്ട്. അപ്പം നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിത് കുറച്ച് വെക്കാം. പിന്നൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഇട്ട് നമ്മൾ കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയോടൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.